ആഴമാർന്ന സ്നേഹത്തെ യേശു നൽകി നടത്തിയിടുന്നു. അളവില്ല ദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു. വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ, വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ. ആഴമാർന്ന സ്നേഹത്തെ യേശു നൽകി നടത്തിയിടുന്നു. അളവില്ല ദാനത്തെ യേശു നൽകി മാനിക്കുന്നു. അവൻ നമ്മെ നടത്തിയ വിധങ്ങൾ, അവൻ നമ്മെ കരുതിയ വഴികൾ, നമ്മുടെ ഇന്നലകളിലെ വീഴ്ചകളിൽ നമ്മെ താങ്ങിയ അവന്റെ കരം, അതൊന്നോർത്ത് നമ്മെ ശ്രേഷ്ഠകരമായി അവന്റെ നിത്യസ്നേഹത്തിന്റെ ആ കരവലയത്തിനുള്ളിൽ പൊതിഞ്ഞ് ആപത്തുകൾ അനർത്ഥങ്ങൾ ഒന്നും കൂടാതെ, വ്യാധികളൊന്നും നമ്മെ പിടിക്കാതെ, നമ്മുടെ ജീവിതത്തിൽ വന്ന ക്ലേശങ്ങളിലെല്ലാം നല്ല തുണയാ, നല്ല സഖിയാ, നല്ല കൂട്ടുകാരനാണ് നമ്മോടൊപ്പം ഇരുന്ന ആ കർത്താവിന്റെ മുഖത്ത് നോക്കി നമുക്ക് ചേർന്ന് പാടാം. നിൻഹിതമെന്നിലെന്നും നിറവേറട്ടെ, നിന്നിഷ്ടങ്ങളെന്നിൽ പൂർണ്ണമാകട്ടെ. നിൻഹിതമെന്നിലെന്നും നിറവേറട്ടെ, നിന്നിഷ്ടങ്ങളെന്നിൽ പൂർണ്ണമാകട്ടെ. ഓരോ നാളും നിന്നിൽ ചാരി ജീവിപ്പാൻ എന്നെ എന്നും സഹായിക്കണേ. ഓരോ നാളും നിന്നിൽ ചാരി ജീവിപ്പാൻ എന്നെ എന്നും സഹായിക്കണേ. നിന്റെ ഹിതം എന്നും എന്നിൽ നിറവേറട്ടെ, നിന്റെ ഇഷ്ടങ്ങൾ എന്നും എന്നിൽ പൂർണ്ണമാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. For God so loved the world that he gave his only son, that whoever believes in him should not perish but have eternal life. അവൻ ലോകത്തെ അധികം സ്നേഹിച്ചു, ആയതിനാൽ അവൻ തന്റെ പുത്രനെ നമുക്ക് വേണ്ടി അവൻ ഈ ഭൂമിയിൽ ഇറക്കി തന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നേ, The Son, if the Son sets you free, you will be free indeed. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ എന്നേക്കും സ്വാതന്ത്ര്യമുള്ളവരാണ്. ഈ ഫ്രീഡം യൂത്ത് മീറ്റിംഗിൽ, യൂത്ത് പവർ ഫോർ ക്രൈസ്റ്റ് എന്ന ഈ സെഷനിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ ആരംഭ സമയത്ത് തന്നെ നമുക്കൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ഇഷ്ടം, അങ്ങ് ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് പുത്രനെ ഈ ഭൂമിയിലേക്ക് തന്ന നിന്റെ ഇഷ്ടം, പുത്രനാൽ ഞാൻ സ്വതന്ത്രനായി തീർന്നാൽ അതെന്നേക്കും എൻ്റെ സ്വാതന്ത്ര്യത്തിനായുള്ളതായതുകൊണ്ട് എൻ്റെ കാതിൽ കേട്ടതെല്ലാം എൻ്റെ കാതിൽ കേട്ടതെല്ലാം
എന്റെ കണ്ണു കണ്ടിടുന്നു. പുകഴുവാൻ ഒന്നുമില്ലേ, മഹത്വം എന്നേശുവിന്. വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ, വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ. ആഴമാർന്ന സ്നേഹമേ യേശു നൽകി നടത്തിയിടുന്നു. അളവില്ല ദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു. ആഴമാർന്ന സ്നേഹത്തെ യേശു നൽകി നടത്തിയിടുന്നു. അളവില്ല ദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു. വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ, വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ. ആഴമാർന്ന സ്നേഹമേ യേശു നൽകി നടത്തിയിടുന്നു. അളവില്ല ദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു. അളവില്ല ദാനത്തെ യേശു നൽകി മാനിക്കുന്നു. യേശു എന്റെ കോട്ടയും നീ മാത്രമേ. അളവില്ല ദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു. അളവില്ല ദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു. പഴയ നിയമ പുസ്തകത്തിൽ ഒരു ഭാഗത്ത് പ്രവാചകൻ ഇങ്ങനെ പറയുന്നേ, ബാല്യത്തിൽ നുകം ചുമക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ബാല്യത്തിൽ നുകം ചുമക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പുതിയ നിയമത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും. കർത്താവ് നമ്മളോട് പറയുക, എൻ്റെ നുകം ലഘുവും മൃദുവുമാകുന്നു. എൻ്റെ നുകം ലഘുവും മൃദുവുമാകുന്നു. എൻ്റെ ഭാരങ്ങൾ, ഞാൻ ചുമക്കുന്ന വേദനകൾ, ഞാൻ ഈ ഭൂമിയിൽ ചുമന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ സിറ്റുവേഷൻസ്, എൻ്റെ ലൈഫ് സിനാരിയോസ്, എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ പ്രതിസന്ധികൾ, അതെല്ലാം ക്രിസ്തുവിൻ്റെ മേൽ നൽകി. ആ നുഖങ്ങളെല്ലാം എന്നെ ചുമടെടുപ്പിച്ച്, എന്നെ കുനിയിപ്പിച്ച്, എന്നെ വലിയ ഭാരത്തിൽ നടത്തുന്നതാണെങ്കിൽ കർത്താവ് പറയും, എൻ്റെ നുഖം ചുമക്കുന്നവൻ ഭാഗ്യവാൻ. എൻ്റെ നുഖം ചുമക്കുന്നവന് നന്ന്. കാരണം അവൻ്റെ മേലിരിക്കുന്ന നുഖം ക്ഷമജ ഹാങ്കർ പോലെ, ഇറ്റ് ക്യാരീസ് അസ്. അത് നമ്മെ വഹിച്ചുകൊണ്ട് നടക്കും. അവൻ്റെ നുഖം അത് നമ്മെ വഹിച്ചുകൊണ്ട് നടക്കും. ഈ പ്രാരംഭ നിമിഷത്തിൽ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു വാചകം പറയാൻ പറയുന്നു: നിങ്ങൾ അനുഭവിക്കുന്ന നുഖങ്ങൾ
ഐ നോ ഇതൊരു യൂത്ത് മീറ്റിംഗ് ആണ്. എനിക്കറിയാം ഇതിൻ്റെ കൂടുതൽ എൻ്റെ സമപ്രായത്തിലുള്ളവർ ആണ് കൂടുതലും കാണുന്നത്, അനുഭവിക്കുവാൻ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നിങ്ങളുടെ ആ മുഖം, അവൻ നമ്മെ സ്വതന്ത്രരാക്കി തീർക്കാൻ, സ്വാതന്ത്ര്യമാക്കി തീർക്കാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, അവൻ്റെ ചുമലിലേക്കൊന്ന് നൽകിയിട്ട് ടേക്ക് ഹിസ് യോക്ക്, അവൻ്റെ മുഖം നമ്മുടെ ചുമലിലേക്കൊന്ന് എടുക്കാമോ? നമ്മുടെ ഹൃദയം ഒന്ന് സന്തോഷിക്കട്ടെ, നമ്മുടെ ഉള്ളം ഒന്ന് ആനന്ദിക്കട്ടെ. നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ അവൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, അവൻ നമുക്ക് വേണ്ടി ഒരു കണ്ണും കാണാതെ, ഒരു ചെവിയും കേൾക്കാതെ, ഒരു ഹൃദയത്തിൽ പോലും തോന്നാതെ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ്, നമ്മുടെ അപ്പൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആ നിധിയിലേക്കൊന്ന് നോക്കാൻ. കഴിഞ്ഞ 3 വർഷക്കാലം ഓസ്ട്രേലിയയിൽ ഹിൽസോങ് എന്ന് പറയുന്ന ചർച്ചിൽ, അവിടുത്തെ കോളേജിൽ ദൈവവചനം പഠിക്കാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. 3 വർഷം ഞാൻ അവിടെ പഠിക്കുമ്പോൾ ഞാൻ ഓർത്തു, വിദേശ രാജ്യങ്ങളിലുള്ള, വെസ്റ്റേൺ കൺട്രികളിലുള്ള രാജ്യങ്ങൾ, ചർച്ചുകൾ എത്ര അഡ്വാൻസ്ഡ് ആണ്. അവരുടെ എക്യുപ്മെൻറ്റ്സ്, അവരുടെ മീഡിയ മിനിസ്ട്രി, അവരുടെ മ്യൂസിക് മിനിസ്ട്രി, അവരുടെ ചർച്ച് സെറ്റപ്പുകളെല്ലാം ഞാൻ വിചാരിച്ചു ഒരു 20 years നമ്മളെക്കാൾ മുന്നിലാണ് അവർ ഓടുന്നതെന്ന്. പക്ഷേ ഞാൻ കർത്താവിന് ഇന്ന് പകൽ നന്ദി കരയറ്റുക. കാരണം ഈ ലോക്ക്ഡൗൺ സീസൺ, ഈ ഒരു വർഷം കേരളത്തിലെ മുഴുവൻ ചർച്ചുകളെയും കർത്താവ് അഡ്വാൻസ്ഡ് ആക്കി, മീഡിയയ്ക്കകത്ത് അഡ്വാൻസ്ഡ് ആക്കി, ദർശനത്തിനകത്ത് അഡ്വാൻസ്ഡ് ആക്കി, എവറിത്തിങ്, എല്ലാ മേഖലയിലും കർത്താവ് നമ്മളെ അഡ്വാൻസ്ഡ് ആക്കിക്കൊണ്ടിരിക്കുക. ഇന്ത്യൻ ചർച്ചിനെ അഡ്വാൻസ്ഡ് ആക്കിക്കൊണ്ടിരിക്കുക. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ഒരു ചർച്ചിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മെ ദൈവം അഡ്വാൻസ്ഡ് ആക്കുക. നമ്മുടെ വെയിറ്റിംഗ് സീസണിൽ നമ്മെ ദൈവം അഡ്വാൻസ്ഡ് ആക്കുക. നമ്മുടെ കാത്തിരിപ്പിൻ്റെ സമയത്ത് നമ്മൾ ഒരുപക്ഷെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ടായിരിക്കാം, നമ്മൾ ഒരുപക്ഷെ വേദനകൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. പഠിത്തം കഴിഞ്ഞിട്ടും പരീക്ഷ നടക്കാതെയും ജോലിയൊന്നും കിട്ടാതെയും ഒക്കെ നിങ്ങൾ ഒത്തിരി ഇച്ചിരി സങ്കടങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഹീസ് കീപ്പിംഗ് ദ പ്രഷ്യസ് തിങ്സ് ഫോർ us. അവൻ നമുക്ക് വേണ്ടി നിധികൾ കരുതുന്നുണ്ട്. അവൻ നമുക്ക് വേണ്ടി നിധികൾ കരുതുന്നുണ്ട്. അവൻ നമുക്ക് വേണ്ടി നിധികൾ കരുതുന്നുണ്ട്. ആ നിധികൾ പ്രാപിപ്പാൻ അവൻ നമ്മെ അഡ്വാൻസ്ഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അനോ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് എൻകറേജ് ചെയ്യുക. നിനക്ക് ദൈവം നൽകാൻ വെച്ചിരിക്കുന്ന നിധിയെ പ്രാപിപ്പാൻ, അതിനെ കൈകാര്യം ചെയ്യാൻ, നിന്റെ കൈകളെ ബലപ്പെടുത്താൻ, നിന്നെ മെനയാൻ കർത്താവ് നിനക്ക് ഈ വെയിറ്റിംഗ് സീസൺ തന്നേക്കുക. കർത്താവ് നിനക്ക് ഈ വെയിറ്റിംഗ് സീസൺ തന്നേക്കുക. നമുക്കൊന്ന് ആ പാട്ട് ഇച്ചിരി ആഘോഷമായിട്ട് പാടാം. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവൻ. Come on. Hey. Lentoros mianteros biatere. Lord, we worship you, God. അങ്ങ് മാത്രം മാനത്തിൽ പുകഴ്ചയ്ക്ക് യോഗ്യൻ. എന്റെ കോട്ടയും നീ മാത്രമേ, എന്റെ കോട്ടയും നീ മാത്രമേ, എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ
നീ എന്നാശ്രയം യേശുനാഥ, നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. എൻ്റെ കോട്ടയായവൻ, മഹിമയ്ക്കും സകല പുകഴ്ചയ്ക്കും യോഗ്യനായവൻ, അവൻ നൽകുന്നതൊക്കെയും അവൻ്റെ മഹിമയ്ക്കൊത്തവണ്ണോ. അവൻ നൽകുന്നതൊക്കെയും അവൻ്റെ മഹിമയ്ക്കൊത്തവണ്ണോ. തൻ്റെ മഹിമാധനത്തിനൊത്തവണ്ണം അവൻ നമുക്ക് നൽകുന്നു എന്നാ നാം തിരുവചനത്തിൽ വായിക്കുന്നവർ. ആർക്ക്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ പിണ്ണാകാരമാകുന്നതിന് മുന്നേ നമ്മെ കണ്ടവൻ, നമ്മുടെ പേര് ചൊല്ലി വിളിച്ചവൻ, അവൻ്റെ മഹിമാധനത്തിനൊത്തവണ്ണം അവൻ നമുക്ക് വേണ്ടി സകലതും ചെയ്തു തരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ ശ്യാമജനോട് എൻ്റെ ഈ ടെസ്റ്റ് മണി പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഐ ഡോണ്ട് നോ വൈ. ഞാൻ മോസസ് ഇസ്രായേൽ ജനതയുമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യമൊക്കെ പറയാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ വെച്ചിരുന്നത്. പക്ഷേ എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. പക്ഷേ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ പ്രേരിപ്പിക്കുന്നു. തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട വചനം കർത്താവിൻ്റെ ദാസനിൽ കൂടെ കേൾക്കും. ഒരു പ്രാവശ്യം ഞാൻ ഓസ്ട്രേലിയയിൽ നിന്നും നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മലേഷ്യ എയർപോർട്ടിൽ വെച്ച് എൻ്റെ ഫ്ലൈറ്റ് മിസ്സായി. ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു. കാരണം അവിടെ വെച്ച് ഫുഡ് ഡെലിവറി ജോലി ചെയ്തതും പാർട്ട് ടൈമായിട്ട്. നാളെ ആരും പറയരുത് ഞാൻ ശുശ്രൂഷ വിട്ട് പോയെന്നൊക്കെ. പാർട്ട് ടൈമായിട്ട് ഫുഡ് ഡെലിവറി ജോലി ചെയ്തും ഒക്കെ കൈ കിട്ടിയ പൈസ കൊണ്ട് ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോരുമ്പം മലേഷ്യ വെച്ച് എൻ്റെ ഫ്ലൈറ്റ് മിസ്സായി. ഞാൻ ഒത്തിരി ആദ്യം ഭയങ്കര സങ്കടപ്പെട്ടു. കാരണം ഞാൻ ഓർത്തു നാട്ടിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇനി ആരുടെ എന്തെങ്കിലുമൊക്കെ കടം മേടിക്കണം, ആവശ്യങ്ങളെല്ലാം കിടക്കുക, നാട്ടിൽ വന്നേച്ച് തിരിച്ചു പോകണം. ഇച്ചിരി സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുമ്പം ഞാൻ ഫ്ലൈറ്റ് കയറുന്നതിന് മുന്നേ കർത്താവിനോട് ഞാൻ ഒരു പാസ്റ്ററിൻ്റെ ടെസ്റ്റ് മണി കേട്ടിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനിടയായിരുന്നു. കർത്താവ്, ഒരാളോടെങ്കിലും ഈ സുവിശേഷം എനിക്കൊന്ന് എൻ്റെ ഈ ഫ്ലൈറ്റിലിരുന്ന് എനിക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റണം. ഒരാളോടെങ്കിലും. എനിക്കൊത്തിരി ലാംഗ്വേജ് ബാരിയേഴ്സ് ഉണ്ട്. എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കരമായിട്ടൊന്നും അറിയത്തില്ല. പക്ഷെ ഒരാളോടെങ്കിലും എനിക്ക് ഈ യേശുവിനെ കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൽ പറയാറുണ്ടായി. എനിക്ക് ഇഷ്ടം തോന്നി. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ ഫ്ലൈറ്റിൽ കയറി. 8 മണിക്കൂർ ഫ്ലൈറ്റാണ് സിഡ്നിയിൽ നിന്നും മലേഷ്യ വരെ. അതിനകത്തൊരു 6.5-7 മണിക്കൂറോളം ഞാൻ ട്രൈ ചെയ്തു. എയർ ഹോസ്റ്റസ്മാരെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കും, അവർ മൈൻഡ് പോലും ചെയ്യത്തില്ല. അടുത്തിരിക്കുന്നവരാണെങ്കിൽ കണ്ണൊക്കെ മൂടി അവർ നല്ല ഉറക്കത്തില്ല. ഒരു 6-6.5 മണിക്കൂറോളം ഞാൻ വചനത്തിൽ നിന്ന് വായിച്ചതിന് ശേഷം ഞാൻ പതുക്കെ എന്നാൽ ഇനി ഇച്ചിരി സമയം ഉറങ്ങാമെന്നോർത്ത് ഞാൻ ആ സീറ്റിലോട്ട് ചാരി ഇരുന്ന് കണ്ണടയ്ക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് അന്യഭാഷയിൽ സംസാരിക്കാൻ ഒരു നിയോഗം തന്നു. ഞാനിങ്ങനെ എൻ്റെ അകത്ത്, എൻ്റെ ഹൃദയത്തിനുള്ളിൽ തന്നെ, കാരണം ഫ്ലൈറ്റ് ആണല്ലോ, പതുക്കെ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. അല്പം നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ പിടിവിട്ടു പോയി. ഞാൻ ഉറക്കെ അന്യഭാഷയിൽ ഇങ്ങനെ 2 വാക്കുകൾ പറഞ്ഞു: ലേഹോമ നെഹോമ, ലേഹോമ നെഹോമ. എനിക്കിതിൻ്റെ അർത്ഥം അറിയത്തില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചപ്പോൾ എൻ്റെ ശബ്ദത്തെ, എൻ്റെ വായെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ ഈ 2 വാക്ക് പുറപ്പെട്ടു. അത്രയും എനിക്കറിയാം. 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഈ പദങ്ങൾ 2-3 തവണ ആവർത്തിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ വിൻഡോ സീറ്റിലിരുന്ന ഒരു 20 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവൾ മലേഷ്യക്കാരി, അവൾ ചാടി എഴുന്നേറ്റിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഐ ആം ഫൈൻ താങ്ക് യു. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അവളോട് ചോദിച്ചു, ഞാൻ എന്താ നിന്നോട് ചോദിച്ചേ? അവൾ പറഞ്ഞു, വിത്ത് റെസ്പെക്റ്റ്, നീ എന്നെ ബഹുമാനത്തോടെ നീ എന്നോട് ചോദിക്കായിരുന്നു, നിനക്ക് സുഖമാണോ എന്ന്. വിത്ത് റെസ്പെക്റ്റ്, ബഹുമാനത്തോടെ. പരിശുദ്ധാത്മാവിനറിയാം നിന്നെ തള്ളിക്കളയാതെ, വിഷമിപ്പിക്കാതെ, നിന്നെ വേദനിപ്പിക്കാതെ നിനക്ക് വേണ്ടുന്ന രീതിയിൽ സംസാരിക്കാൻ പരിശുദ്ധാത്മാവിനറിയാം. ഒരുപക്ഷെ നിങ്ങളോട് എന്നും ചാടിയും മറിഞ്ഞും സംസാരിക്കുന്ന, ഞാൻ ഇത്ര ലൈറ്റായിട്ട് സംസാരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളോടായിരിക്കാം.
ഞങ്ങൾ തമ്മിൽ സംസാരം തുടർന്നപ്പോൾ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞത് അവൾക്ക് 20 വയസ്സായി, അത്രേ ആയിട്ടുള്ളൂ. പക്ഷേ ഒരു ദിവസം 2 ഇൻസുലിനാണ് അവളുടെ ശരീരത്തിൽ എടുക്കുന്നത്. അവളുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ വല്ലാത്ത ബുദ്ധിമുട്ട് അവൾ അനുഭവിക്കുന്നു. അന്ന് ആ ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ അല്പം നിമിഷങ്ങൾ പ്രാർത്ഥിച്ചു. പിന്നീട് അവളോട് സുവിശേഷം സംസാരിപ്പാനും കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നു. അത് കഴിഞ്ഞ് ഫ്ലൈറ്റ് മിസ്സായ സങ്കടത്തിൽ താഴെ എയർ ഏഷ്യയുടെ ഏജൻസിയുടെ ആ ഭാഗത്ത് ഞാൻ പോയി നിൽക്കുമ്പം ഒരു 10-15 മലയാളികൾ അവിടെ ഇരിക്കുക. ഞാൻ ഇവരെ കണ്ടപ്പം, സത്യം പറഞ്ഞാൽ മലയാളികളെ കണ്ടപ്പം എൻ്റെ ഹൃദയം ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷിച്ചു. ഞാൻ ഇവരോടൊക്കെ വർത്താനം പറയാൻ നിർത്തി ഓടി അവിടെ ചെല്ലുമ്പം ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, നീ എന്തുവാ ഇത്ര ഭയങ്കര സന്തോഷം? നിനക്ക് മാത്രം എന്നാ ഫ്ലൈറ്റ് പോയതിൽ ഇത്ര സന്തോഷം? നിനക്ക് വീട്ടിൽ പോകാൻ ഇഷ്ടമല്ലേ? നിനക്ക് വീട്ടിൽ ചെല്ലാൻ ഇഷ്ടമല്ലേ? ഞാൻ പറയും, എനിക്ക് വീട്ടിൽ ചെല്ലാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഫ്ലൈറ്റിൽ വരുമ്പം 20 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് എന്നെ സഹായിച്ചു. ആ വ്യക്തി എൻ്റെ അടുത്തിരുന്നിട്ട് എന്നോട് ചോദിച്ചു, നീ എന്താ പ്രാർത്ഥിച്ചേ? നീ എന്താ സംസാരിച്ചേ? ഞാനിങ്ങനെ സംസാരിച്ചു തുടങ്ങി. ഏകദേശം 4-5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പം അവിടെ ഉണ്ടായിരുന്ന അത്രയും മലയാളികൾ, ഏകദേശം 10-15 പേരുണ്ട്, അവരെല്ലാവരും എൻ്റെ ചുറ്റിനുമിരുന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ, ആ അടുത്ത ഫ്ലൈറ്റിലേക്ക് 24 hours ഗ്യാപ്പുണ്ട്. എനിക്ക് താമസിക്കാനുള്ള റൂം അതിലൊരാൾ എനിക്കെടുത്ത് തന്നു. അവിടെ ഉണ്ടായിരുന്നതിൽ 6 പേര് എൻ്റെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാനിടയായി തീർന്നു. അവിടെ ഉണ്ടായിരുന്നതിൽ 2 പേര് ഞാൻ കണ്ടു, ലിറ്ററലി ഞാൻ കണ്ടു. ഒരാൾക്ക് ഷുഗറിൻ്റെ പ്രശ്നം കൂടിയിട്ട് ചുണ്ട് മുറിഞ്ഞ് അത് ഉണങ്ങാതെ 3 ആഴ്ചകൾക്ക് മുകളിൽ, തൃശ്ശൂരുള്ള ഒരു വ്യക്തിയാണ്, 3 ആഴ്ചകൾക്ക് മുകളിൽ ആയിരുന്നു. എന്നാൽ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ചുണ്ട് ഇൻസ്റ്റൻ്റ്ലി ഉണങ്ങുന്നത് ഞാൻ കണ്ടു. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മിസ്സായി പോയെന്നും നമ്മൾ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നില്ലെന്നും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് ആ സങ്കടം മാറിയിട്ട് കർത്താവിൻ്റെ സന്നിധിയിലൊന്ന് സന്തോഷിക്കാം. അവൻ നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ വിലാപങ്ങളെ നൃത്തമാക്കുന്ന ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി അവൻ്റെ നിധിയെ അവൻ നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. He is keeping the best for us. അവൻ്റെ നിധിയെ, ഏറ്റവും പ്രഷ്യസ് ആയതിനെ, ഏറ്റവും വിലമതിക്കുന്നതിനെ അവൻ നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. എല്ലാ സങ്കടങ്ങളും മാറുന്നു. ഒരു പഴയ ഡാൻസ് പാട്ടുണ്ട്, പാവങ്ങൾ പോക്കവേ സാപങ്ങൾ മിക്കവേ ഭൂലോകം മന്ദാരയ്യ. തങ്കത്തെ കെക്കവില്ലേ, വൈരത്തെ കെക്കവില്ലേ. അവനാകെ ചോദിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ മാത്രമാണ്. എന്തിനാണെന്നറിയാവോ? ആ ഹൃദയത്തിൽ അവന് വാഴാൻ, ആ ഹൃദയത്തിൽ അവന് സന്തോഷം പകരാൻ, ആ ഹൃദയത്തിൽ അവന് ആനന്ദം പകരാൻ, ആ ഹൃദയത്തിൽ അവനെക്കുറിച്ചുള്ള ഒരു ബലവും ഉറപ്പും നമ്മളിൽ നൽകാൻ. ചേർന്ന് നമുക്ക് പാടാം. കണ്ണീரை துடைத்தாரையா, சந்தோஷம் தந்தாரையா. கண்ணீரை துடைத்தாரையா, சந்தோஷம் தந்தாரையா. எந்தன்னேசுவே, 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 எந்தன்னேசுவே. பாவங்கள் போக்கவே சாபங்கள் மீட்கவே பூலோகம் வந்தாரையா. மனிதனை மீட்கவே பரலோகம் திறக்கவே சிலுவை சுமந்தாரையா. பாவங்கள் போக்கவே சாபங்கள் மீட்கவே பூலோகம் வந்தாரையா. மனிதரை மீட்கவே பரலோகம் திறக்கவே சிலுவையை சுமந்தாரையா. நான் தேடி போவதில்லை,
தேடி வந்தாரையா, நான் தேடி போவதில்லை, என்னை தேடி வந்தாரையா. எந்தன்னே சுவே, 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 எந்தன்னே சுவே. தங்கத்தை கேட்கவில்லை, வைரத்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. அஸ்தியை கேட்கவில்லை, அந்தஸ்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. தங்கத்தை கேட்கவில்லை, வைரத்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. அஸ்தியை கேட்கவில்லை, அந்தஸ்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. கரம் பிடித்து நடத்திடுவா, கண்மலை மேல் நிறுத்திடுவா. கரம் பிடித்து நடத்திடுவா, கண்மலை மேல் நிறுத்திடுவா. எந்தன்னே சுவே, 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 எந்தன்னே சுவே. தாயுன்னை மறந்தாலும் தந்தை உன்னை மறந்தால் அவர் உன்னை மறக்க மாட்டார். ஊற்றோர் உன்னை மறந்தாலும் ஊற்றார் உன்னை மறந்தால் அவர் உன்னை மறக்க மாட்டார். தாயுன்னை மறந்தாலும் தந்தை உன்னை மறந்தால் அவர் உன்னை மறக்க மாட்டார். ஊற்றோர் உன்னை மறந்தாலும் ஊற்றார் உன்னை மறந்தால் அவர் உன்னை மறக்க மாட்டார். கரம் பிடித்து நடத்திடுவார், கண்மலை மேல் நிறுத்திடுவார். கரம் பிடித்து நடத்திடுவார், கண்மலை மேல் நிறுத்திடுவார். எந்தன்னே சுவே, 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 எந்தன்னே சுவே. Hallelujah, 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 hallelujah. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നേശുവിന്. എന്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതികൾ തന്നെ. ഓ പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതികൾ തന്നെ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നേശുവിന്. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി
ആമേൻ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. In the crashing, in the pressing, you are making a new vine. In the soil I now surrender. You are breaking a new ground, and you are breaking a new ground, and you are breaking a new ground.